ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വേദപുസ്തകത്തിൽ നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ നമുക്കവിടെയെല്ലാം കാണുന്നത് ദൈവത്തിൻ്റെ അസാധ്യമായ ആ ഒരു കരത്തിൻ്റെ ആ പ്രവൃത്തികളെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവകരം കൊണ്ട് ദൈവം ചെയ്തതും ദൈവത്തിൻ്റെ വാക്കുകൊണ്ട് ദൈവം ചെയ്തതും എല്ലാ പ്രവൃത്തിയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മനുഷ്യനെ ഈ ഭൂമിയിൽ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായ കാര്യങ്ങളെയാണ് വലിയവനായ ദൈവം ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം മുതൽ ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കുക. ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. നിലത്തെ പൊടിയിൽ എന്ത് ചെയ്തു? മനുഷ്യനെ നിർമ്മിച്ചു. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് ജീവശ്വാസം കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം തൻ്റെ സ്വരൂപത്തിൽ എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ദൈവം തൻ്റെ സ്വരൂപത്തിൽ. നമ്മളെല്ലാവരും കണ്ണാടി എടുത്തിട്ട് നമ്മൾ മുൻപിൽ നിന്നിട്ട് നമ്മൾ നോക്കിയിട്ട് പറയണം, ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ആയിരിക്കുന്നു. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് പാപം ചെയ്യുവാനുള്ള ടെൻഡൻസി എന്തെയും കുറഞ്ഞിരിക്കും. പാപം ചെയ്യാനുള്ള ആ ഒരു പ്രേരണ കുറഞ്ഞിരിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരൂപമാണ്, നിങ്ങൾ ചെയ്യുന്നത് ദൈവിക പ്രവൃത്തികളാണ് എന്ന്. അതായത് ദൈവം പൊടിയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നിങ്ങൾ ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അവൻ്റെ അവയവങ്ങളെ ഒന്ന് നോക്കിയിട്ട് ഒരേ നെർവ് സിസ്റ്റത്തിനും അതിൻ്റേതായ പ്രവൃത്തികളുണ്ട്. പൊടിയിൽ നിന്ന് എടുത്തെങ്കിലും വളരെ തന്ത്രപരമായിട്ടാണ്, വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് എൻ്റെ ദൈവം നമ്മളെ ഓരോരുത്തരെയും മെനഞ്ഞ് എടുത്തത്. ദൈവത്തിൻ്റെ അദൃശ്യമായ കരം കൂടെ ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ ഇന്ന് ആരും ജീവനോടെ ശേഷിക്കത്തില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ വന്നു. അവിടെയെല്ലാം ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ കൊണ്ട് ദൈവം നമ്മളെ തൊട്ട് സൗഖ്യമാക്കി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം സ്വരൂപത്തിൽ ആണ്. അതുകൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഇനി മനുഷ്യൻ സന്തോഷവാനായിരിക്കുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? സകലത്തെയും സൃഷ്ടിച്ചു. അവൻ ആദ്യം മുതൽ 1-ാം ദിവസം മുതൽ 5-ാം ദിവസം വരെയും മനുഷ്യന് സന്തോഷമായിരിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? അവൻ സൃഷ്ടിച്ചു. ഇനി അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത്. ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ അസാധ്യമായ ഒരു കഴിവാണ്. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ആ ഒരു അവകാശം അവൻ്റെ അസാധ്യമായ പ്രവൃത്തികളിലൂടെ അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മളെ കാണിച്ചിരിക്കുകയാണ്. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യൻ എപ്പോഴും എന്തായിരിക്കണം? സന്തോഷവാനായിരിക്കണം. അവൻ ദുഃഖിക്കുവാൻ പാടില്ല. ദുഃഖമെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ വരാനേ പാടില്ല. അവൻ എപ്പോഴും സന്തോഷവാനായിരിക്കണം. അതുകൊണ്ടാണ് ദൈവം ഓരോ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യനെ വളരെ തന്ത്രപരമായിട്ട് അവൻ്റെ ദുഃഖങ്ങളിൽ അവൻ്റെ സന്തോഷങ്ങളെല്ലാം കൂടെ ഇരുന്നു. അങ്ങനെ ദൈവം അവൻ ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ഒരു സ്ത്രീയെയും കൂടെ എന്ത് ചെയ്തു? ദൈവം സൃഷ്ടിച്ചു. അതെങ്ങനെയാണ്? അവൻ്റെ വാരിയിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിക്കുവാൻ ഇടയായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ സന്തോഷവാനായി ഇരിക്കണം, അവനെപ്പോഴും നന്മകൾ വരണം. ഇതാണ് ദൈവം നമ്മളെപ്പറ്റി ഓരോരുത്തരെക്കുറിച്ചും ഉദ്ദേശിക്കുന്ന കാര്യം. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ദുഃഖങ്ങളോ വന്നാൽ നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെയെല്ലാം ദൈവം നമ്മളെ കരകയറ്റും. കാരണം എന്തെന്ന് വെച്ചാൽ ദൈവം തൻ്റെ സ്വരൂപത്തിൽ നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചു. അതുകൊണ്ട് ഒരു കാര്യത്തിലും എൻ്റെ പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എൻ്റെ വലിയവനായ ദൈവം ഈ കറുത്ത പുസ്തകം നമുക്ക് തന്നു എങ്കിൽ ദൈവം അതിനുള്ള തക്കതായ അർത്ഥങ്ങളും നമുക്കിതിൽ എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് നേരിടേണ്ട കാര്യങ്ങൾ, നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കേണ്ടതിനുള്ള പൂർണ്ണമായ ഉത്തരങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ജനമേ, ഒരു കാര്യത്തിലും നിങ്ങൾ വിഷമിക്കുവാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവൻ്റെ അദൃശ്യമായ കരങ്ങളിൽ അവൻ നമ്മളെ നടത്തുന്നു. അസാധ്യമായ ഇന്ന് ഈ ലോകത്ത് ആരെക്കൊണ്ടും അസാധ്യമായ ഒരു കാര്യമാണ് ദൈവം ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അവൻ നിലത്തെ പൊടിയെടുത്താണ്
നമ്മളെ ഓരോരുത്തരെയും നിർമ്മിച്ചത്. അതുകൊണ്ട് ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ദൈവം നിങ്ങളെ ഈ ഭൂമിയിൽ ആക്കിയിട്ടുണ്ട് എങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുമുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് എന്നെ ദൈവം കാണുന്നില്ല, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. നിങ്ങൾ മനമുരുകി ഒരു അപ്പനോടെന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരം തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വിശ്വസിച്ച ദൈവത്തെ, നിങ്ങളെല്ലാവരും അറിഞ്ഞ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരും. കാരണം ദൈവം തൻ്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചു. നമ്മൾ ഇതര മതസ്ഥരെ നോക്കുകയാണ് എങ്കിൽ എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞ ദൈവമക്കൾ ഒരു കാലത്തും വിഷമിക്കുവാൻ പാടില്ല. കാരണം എല്ലാം അവൻ നമുക്ക് തന്നിട്ടുണ്ട്. നിനക്ക് ഒരു അസുഖം വന്നാൽ, നിനക്കൊരു പ്രതിസന്ധി വന്നാൽ, നിനക്കൊരു രോഗം വന്നാൽ, നിൻ്റെ ജീവിതത്തിൽ നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയാൽ നിന്നെ എന്ത് ചെയ്യണമെന്നതിന് പൂർണ്ണമായ ഉത്തരം ഈ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇതിൽ വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളെ ദൈവം തരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട്, നീ ജീവിക്കത്തില്ല, നീ നശിച്ചു പോകും, ഇനി നീ ഒരു നിമിഷം പോലും ജീവിക്കത്തില്ല എന്ന് പറയുന്ന വിധി എഴുതിയ ആൾക്കാർ ഇന്ന് ജീവനോടെ ദൈവത്തിൻ്റെ വേദപുസ്തകവുമായിട്ട് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ വഴി നടത്തിയ ആ രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യുത്തമമായ രീതിയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്നിവിടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരം ഒന്നുകൊണ്ട് മാത്രമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ഒരു അസുഖമുണ്ടായി. ആ അസുഖത്തിൽ ഞാൻ ICUയിൽ 4 ദിവസം അഡ്മിറ്റായി. എനിക്ക് ഉള്ള ഒരു പ്രതീക്ഷ എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ളതായിരുന്നു എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, നീ രക്ഷപ്പെടത്തില്ല, നീ മരിച്ചു പോകുമെന്ന് പറയുന്ന അവസ്ഥയിലെത്തി. എന്നാൽ അവിടെയും എൻ്റെ ദൈവം ഇന്ന് എന്നെ നിങ്ങളുടെ മുൻപിൽ വേദപുസ്തകവും എടുത്ത് നിൽക്കുവാൻ പ്രാപ്തനാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ അറിഞ്ഞ സത്യം, ഞാൻ അറിഞ്ഞ ആ ഒരു വാക്ക് അത് നിങ്ങളിലേക്കും പകരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായും ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക. ദൈവം പറയുന്നു, അവൻ തൻ്റെ സ്വരൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവൻ തൻ്റെ സ്വരൂപത്തിൽ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ല മറ്റൊരു തന്നെ ഗ്ലാമറുണ്ട്, എനിക്ക് ഗ്ലാമറില്ല എന്നൊന്നും പറയാൻ പാടില്ല. കാരണം ദൈവത്തിൻ്റെ സ്വരൂപമാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഒന്നിനാലും നിങ്ങൾ ഭാരപ്പെടരുത്, വിഷമിക്കരുത്. എല്ലാത്തിനും പരിഹാരം എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട്. ഇനി വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ സന്തോഷവാനായിരിക്കുവാൻ വേണ്ടി ദൈവം പലവിധമായ കാര്യങ്ങൾ ചെയ്തു. അവൻ 4 നദികളെ അതിൽ നിന്ന് പുറപ്പെടുവിച്ചു. 4 നദികൾ ഒഴുകിയതിന് ശേഷം അതിനുശേഷം അവൻ എന്ത് ചെയ്തു? ഒരു മരത്തെ വെച്ചു. അങ്ങനെ മനുഷ്യൻ പാപം ചെയ്തു. ഈ പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായിട്ടും ദൈവം എന്ത് ചെയ്തു? മനുഷ്യന് നടക്കേണ്ട വഴി ദൈവം പറഞ്ഞു കൊടുത്തു. നീ ഇങ്ങനെയൊക്കെ പോകണം എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തൊക്കെ തെറ്റ് ചെയ്താലും നിന്നെ കൊല്ലുവാനല്ല ദൈവം നോക്കുന്നത്, നിന്നെ അതിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുവാനാണ് വലിയവനായ ദൈവം നോക്കുന്നത്. ഇത് ഇന്നത്തെ ലോകത്ത് ആർക്കും സാധിക്കുന്ന കാര്യമില്ല, അത് എൻ്റെ ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. തെറ്റ് ചെയ്താൽ അതിൽ നിന്ന് നിന്നെ പിടിച്ച് കരയറ്റുന്ന ഒരു ദൈവം, തെറ്റ് ചെയ്താൽ അതിൽ നിന്ന് നിന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവം. അതുകൊണ്ട് ദൈവത്തെ മറക്കാതെ, ദൈവത്തെ വിട്ട് ഓടിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുക എന്നതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അയ്യോ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്കൊന്നും ചെയ്തില്ല, അയ്യോ എൻ്റെ ജീവിതത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി വിട്ടല്ല പോകേണ്ടത്. ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേരുക. അവിടെ നീ തെറ്റ് ചെയ്ത സമയത്ത് മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ അവൻ എന്ത് ചെയ്തു? ഒരാടിനെ കൊന്നു. അവൻ ഡ്രസ്സ് ഉണ്ടാക്കി മനുഷ്യനെ ധരിപ്പിച്ചു, വസ്ത്രമുണ്ടാക്കി മനുഷ്യനെ ധരിപ്പിച്ചു. അവന്
ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവന് വഴിയും കാണിച്ചു കൊടുത്തു. അങ്ങനെ നിന്നെ തെറ്റിൽ നിന്ന് നീ തെറ്റ് ചെയ്യുമ്പോൾ നിന്നെ കൊല്ലുവാനോ നിന്നെ ശിക്ഷിക്കാനോ പോകുന്ന ഒരു ദൈവത്തെയല്ല നീ ആരാധിക്കുന്നത്. നീ ആരാധിക്കുന്ന ദൈവമെന്ന് പറയുന്നത് തെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിന്നെ വേർതിരിച്ച് തെറ്റിൽ നിന്ന് നിന്നെ മാറ്റി നിന്നെ മാറോട് ചേർത്തണയ്ക്കുന്ന വലിയൊരു സ്നേഹമുള്ള ദൈവത്തെയാണ് നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടി ആകുന്നു. ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഞാൻ ദൈവത്തിൻ്റെ അതിശയം കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, വാഹനങ്ങൾ എത്രയോ ചീറിപ്പാഞ്ഞു പോകുന്നു. ഈ റോഡിൽ കൂടെ വാഹനങ്ങൾ എത്രയോ ചീറിപ്പാഞ്ഞു പോകുന്നു. നമ്മൾ അതിൻ്റെ ഇടയിലൂടെ എല്ലാം നടന്നു പോകുന്ന സമയത്ത് നമ്മളെ അടുത്തുള്ളവർ ചിലപ്പോൾ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. എന്തുകൊണ്ട് ഞാനും നീയും മരിക്കുന്നില്ല? കാരണം എന്താ? ദൈവത്തിൻ്റെ അതിശയമായ കാര്യം നമ്മളെ നടത്തുന്നത് കൊണ്ടാണ്. പലരും രോഗം വന്ന് മരിക്കാറുണ്ട്, പലരും പ്രയാസങ്ങൾ വന്ന് കെട്ടിത്തൂങ്ങി ചാവാറുണ്ട്. എന്നാലും എൻ്റെയും നിങ്ങളുടെയും പ്രശ്നത്തിൽ ഇടപെടുന്നൊരു ദൈവം, എൻ്റെയും നിൻ്റെയും പ്രശ്നത്തിൽ ഇടപെട്ട് അതിന് പരിഹാരം തരുന്നൊരു ദൈവം. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഏത് മതസ്ഥരായിക്കോട്ടെ, നീ ഇന്ന് ക്രിസ്തുവിനെ അറിയുന്നു എങ്കിൽ, ക്രിസ്തുവിൻ്റെ വചനത്തെ അറിയുന്നു എങ്കിൽ, ദൈവം നിൻ്റെ പ്രശ്നത്തിൽ നിന്ന് നിനക്ക് പരിഹാരം തരാൻ പോവുകയാണ്. അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അവൻ്റെ വചനങ്ങളെ അറിയുവാൻ ശ്രമിക്കുക. അറിഞ്ഞ് അതിൻ്റെ അന്തസത്തകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അതിശയം പ്രവർത്തിക്കും. ഒരുപക്ഷെ ഈ ലോകത്തുള്ള മനുഷ്യർ നിങ്ങളെ തള്ളിപ്പറഞ്ഞു എന്ന് വരാം. അവർ പറയും, ഇത് ഞങ്ങളാൽ സാധ്യമല്ല, നീ ഇതിനാൽ താളടിയായി പോകും, നിൻ്റെ ജീവിതം നശിച്ചു പോകും എന്ന് പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നേക്കാം. എന്നാൽ നിൻ്റെ ദൈവം പറയുന്നു, നീ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞ ദൈവം. അതുകൊണ്ട് ഏത് ഭാരമായിരുന്നാലും ശരി തന്നെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. വേദപുസ്തകത്തെ അറിയുവാൻ ശ്രമിക്കുക. അത് വായിച്ച് നല്ലവണ്ണം പഠിക്കുക. അതിന് തത്തുല്യമായ ഫലം കാഴ്ചകൊണ്ട് മുന്നോട്ട് പോകുക. അങ്ങനെ ഇരുന്നാൽ സകല പ്രശ്നങ്ങൾക്കും ദൈവം എന്ത് ചെയ്യും? പരിഹാരം തരും. അവൻ തൻ്റെ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ പ്രോബ്ലംസിനും ഓരോ പ്രശ്നങ്ങൾക്കും അവൻ നിങ്ങൾക്ക് പരിഹാരം തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് മനുഷ്യൻ സമാധാനം എവിടെ ലഭിക്കും, എൻ്റെ സമാധാനം എവിടെ ലഭിക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരവസ്ഥയാണ്. വേദപുസ്തകം പറയുന്നു, വെളിപാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം പറയുന്നു, എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ദൈവത്തിന് പ്രിയമുള്ളവരൊക്കെയും ദൈവം എന്ത് ചെയ്യും? ശാസിക്കുകയും ചെയ്യും, ശിക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ രോഗം വരുന്നതിനും ദുഃഖം വരുന്നതിനും കാരണമെന്ന് നിങ്ങൾ നോക്കേണ്ട. ദൈവത്തെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് പോകുക. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും എന്ത് ചെയ്യത്തില്ല? നശിച്ചു പോകത്തില്ല. അവൻ ജീവനോടെ തന്നെ ഇരിക്കും. നമ്മളപ്പോൾ ദൈവത്തെ മറന്നു പോകാതെ ജീവിക്കുക. കാരണം എന്താ? നാം എല്ലാവരും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചവരാണ് എന്ന ഒരു ബോധത്തോടു കൂടി ഇരിക്കുക. നമ്മൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, അവിടെ പോയാൽ സൗഖ്യം ലഭിക്കും, ഇവിടെ പോയാൽ സൗഖ്യം ലഭിക്കും. അങ്ങനെയൊന്നുമില്ല. ദൈവത്തെ നിങ്ങൾ അറിയുകയാണ് എങ്കിൽ, ഇന്നെൻ്റെ TV സ്ക്രീനിൽ എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നു കൊണ്ട് എൻ്റെ വചനം ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഒരു കാര്യം ഓർത്തു കൊള്ളുക. ദൈവത്തിൻ്റെ പദ്ധതി ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. ദൈവ പദ്ധതി ഇല്ല എങ്കിൽ നമ്മളെല്ലാം ഇന്ന് മണ്ണിനോട് മണ്ണ് ചേരേണ്ട സമയം, നമ്മളെ എവിടെ നിന്നും നമ്മളെ എടുത്തോ ആ സ്ഥലത്തേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഒരു പദ്ധതി നമ്മളെ കൊണ്ട് ചെയ്ത് തീർപ്പിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യിക്കുന്നത്? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും വിചാരിക്കരുത് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് വേസ്റ്റാണ്, എന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഞാൻ ആർക്കും ഒരു തുണയല്ല, ആർക്കും ഒരു ഉപകാരമില്ല, അങ്ങനെ പലവിധമായ കാര്യങ്ങളെ കൊണ്ട് ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തെ വ്യർത്ഥമായി കളയാതെ പ്രാർത്ഥനയോടുകൂടിയും ദൈവത്തിൻ്റെ വചനത്തോടു കൂടിയും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അറിഞ്ഞ് ജീവിക്കുക. ദൈവം തൻ്റെ സ്വരൂപത്തിൽ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു. ദൈവവചനവും യേശുവിൻ്റെ കൽപ്പനയും അതെല്ലാം അനുസരിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോകുക. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് ഏറ്റവും മഹനീയമായതാണ്. കാരണം അതനുസരിക്കുന്ന ഒരുതിനും ഒരു നാളും എന്ത് ചെയ്യത്തില്ല? താളടി ആയി പോകത്തില്ല. അതുകൊണ്ട് എല്ലാവരും ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകുക.
മനുഷ്യൻ്റെ സന്തോഷമാണ് ദൈവം ആഗ്രഹിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി നേരത്തെ. അതിന് കാരണമുണ്ട്. ഇസ്രായേൽ മക്കളുടെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ ദൈവം വഴി നടത്തിയ വിധങ്ങളെല്ലാം നമുക്കറിയാം. അവരെന്ത് ചെയ്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള ആ ഒരു പണിഷ്മെൻറ്റ് കിട്ടിയത്, ആ ഒരു ശിക്ഷ ലഭിച്ചത്? അവർ പാപം ചെയ്തപ്പോൾ അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ എന്ത് ചെയ്യുന്ന തിരുത്തുന്നതിന് വേണ്ടി ദൈവം ഒരു പദ്ധതി ഉണ്ടാക്കി. അതിനെക്കുറിച്ചെല്ലാം വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദുഃഖിക്കുവാൻ പാടില്ല. നമ്മളെല്ലാവരും ദൈവസ്വരൂപത്തിലുള്ളവരാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന്? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നതെന്ന്? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചില്ലായിരുന്നു എങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഇന്നുണ്ടാകത്തില്ലായിരുന്നു എന്ന്? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ ഞങ്ങളോടുകൂടെ പ്രാർത്ഥനയിലായിരിക്കുക. പ്രാർത്ഥിക്കുന്ന സമയങ്ങളെല്ലാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം പ്രാർത്ഥനയാണ് നമ്മൾ ദൈവവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇരിക്കുന്ന സമയം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവവുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവം ആ വചനത്തിലൂടെ എന്ത് ചെയ്യുകയാണ്? നമ്മളോട് സംസാരിക്കുകയാണ്. ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തെ വചനം വായിച്ചുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളൊരു ബന്ധത്തിൽ ആയിരിക്കുകയാണ്. ഈ ബന്ധം വിച്ഛേദിച്ചു പോകരുത്. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യണം? ഉത്തരം തരണം. ജേബസ് പ്രാർത്ഥിച്ചത് എന്താണ്? ദൈവമേ, എൻ്റെ അതിർവരമ്പുകളെ അങ്ങ് എന്ത് ചെയ്യണം? വിസ്താരമാക്കണം. ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ അമ്മ എന്നെ വ്യസനിച്ച് പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് അമ്മ എനിക്ക് ജേബസ് എന്ന് പേരിട്ടു. അതുകൊണ്ട് ആ പേര് എന്നെ വിളിക്കുമ്പോഴെല്ലാം ഞാനൊരു ശപിക്കപ്പെട്ടവനാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് ദൈവമേ, എന്നെ നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. അതുപോലുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കും ആവശ്യം. നമ്മൾ ദൈവസന്നിധിയിൽ മനമൊരുകി മനസ്സ് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അസാധ്യമെന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്ന കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം സാധ്യമാക്കി തരും. അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. യെശയ്യാപ്രവചനം 60-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം പറയുന്നു, നിൻ്റെ മേൽ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ് നിൻ്റെ മേൽ പ്രത്യക്ഷമാകും. നിൻ്റെ മേൽ യഹോവ ഉദിക്കും, അവൻ്റെ നിഴൽ നിൻ്റെ മേൽ എന്ത് ചെയ്യും? പ്രത്യക്ഷമാകും. നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അദൃശ്യമായ കരവും നമ്മുടെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ പോകുകയാണ് എങ്കിൽ വലിയവനാ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ അസാധ്യമായ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? സാധ്യമാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തലടിയാക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും എൻ്റെ സ്വർഗത്തിലെ ദൈവം അത് നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും എൻ്റെ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവത്തിൽ മനസ്സ് ഉറച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെയായിരുന്നാൽ ഞാൻ അനുഭവിച്ച അതേ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നമ്മൾ ജോഷുവ പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെ പറയണം, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുന്നു എന്ന്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവം നമുക്ക് തരുന്ന
അനുഗ്രഹം തന്നെയാണ്. കാരണം നമ്മൾ വിചാരിക്കും ഇത് എൻ്റെ മിടുക്ക് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അല്ല, ദൈവം തന്ന അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ഇത്രയും ചെയ്തു തീർക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. അസാധ്യമായ കാര്യങ്ങളെല്ലാം എൻ്റെ ദൈവം എന്ത് ചെയ്യും? സാധ്യമാക്കി തരും. നമ്മുടെ ജീവിതം യഹോവ തന്ന ദാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുക. ജേബസിനെ പോലെ മനം ഉരുകി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ വലിയവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നാലും ശരി തന്നെ, ആ പ്രശ്നത്തിൻ്റെ മേൽ നിങ്ങൾ മനസ്സ് ഉറപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സ്വർഗത്തിലെ ദൈവം സകല പ്രശ്നങ്ങളെയും ഇന്ന് മാറ്റുവാൻ പോവുകയാണ്. ഇനി നിങ്ങൾ പഠിക്കുന്ന വിഷയമായിരുന്നാലും ശരി തന്നെ, നിങ്ങളുടെ രോഗമായിരുന്നാലും ശരി തന്നെ, ഏത് തരം പ്രശ്നമായിരുന്നാലും, കടബാധ്യതകൾ, അങ്ങനെ നിങ്ങൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഏത് തരം പ്രശ്നത്തെയും ഇന്ന് പരിഹാരം ലഭിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് നിങ്ങൾക്ക് രോഗിയാണ് എങ്കിൽ ആ രോഗമുള്ള സ്ഥലത്ത് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രോഗം സൗഖ്യമാകാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നാൽ നീ യഹോവയുടെ മഹത്വം കാണും. വിശ്വസിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ പോവുകയാണ്. എല്ലാവരും ദൈവസന്നിധിയിൽ ഉറച്ചിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്നുള്ള ജോഷിയുടെ തീരുമാനപ്രകാരം അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. സകല നന്മകൾക്കും ഉടയവനും അടിയൻ്റെ പരിപാലകനും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ അടിയൻ്റെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഇന്ന് കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരികയാണ്. അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിലും സാന്നിധ്യത്തിൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കർത്താവേ, ഇന്നത്തിൻ്റെ പ്രിയ മക്കൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങളുമായി അങ്ങയുടെ സന്നിധിയിലായിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്ന് അസുഖത്തിന് പൂർണ്ണമായ വിടുതൽ കൊടുക്കണം. അവരുടെ കടബാധ്യതകൾക്ക് പൂർണ്ണമായ വിടുതൽ കൊടുക്കണം. അവരുടെ പഠിത്ത കാര്യങ്ങൾക്ക് വിടുതൽ കൊടുക്കണം. അങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അനുഗ്രഹിക്കുമാറാകണമേ, വഴി നടത്തുമാറാകണമേ. സകല മാനവ മഹത്വം അങ്ങെടുക്കണം. സകലതും വലിയവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണം അടിയൻ്റെ പരമപിതാവേ. ആമേൻ.